NS ഇഷ്ടം പോലെ ഇരിക്കണ്ട. NS ഒക്കെ നമുക്ക് വന്ന ചേട്ടൻ തന്നെ വില എന്നുള്ള വിലയാ, വരുന്ന വിലക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൈലേജ് ചാമ്പ്യൻസ് ആണ് ഇരിക്കണേ. മൈലേജ് 15,000 രൂപയുടെ 5,000 രൂപ നല്ല ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ 2018 മോഡല് മാസ്റ്റർ എഡ്ജ് 18,000 രൂപയുടെ CD ഡോൺ ജിക്സർ 25,000 രൂപ. ഓണം കഴിഞ്ഞാലും നമുക്ക് ഓഫറുകൾ തുടരും. ഓണം കഴിഞ്ഞാലും നമുക്ക് ഓഫറുകൾ തുടരും. എപ്പോ നോക്കിയാലും നമുക്ക് ഓഫറുകളുണ്ട്. മാസ്റ്റർ 15,000 എൻഡോർക്കിന്റെ വമ്പൻ കളക്ഷൻസ് ഉണ്ടല്ലോ. എൻഡോർക്ക് ഇഷ്ടം പോലെ എൻഡോർക്ക് ഉണ്ട്. 12,000 രൂപ കൊടുക്കാം. മാക്സിമം വില കുറച്ചും കൂടെ ഇട്ടേക്കുണ്ട്. എഫ്സിയുടെ വമ്പൻ കളക്ഷൻ ആണല്ലോ. എഫ്സിയുടെ വമ്പൻ കളക്ഷൻ എന്ന് വെച്ചാൽ അടിപൊളി കളക്ഷൻ ആണ്. 2,000 രൂപ കൊടുക്കാം. വെറും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഞാൻ എറണാകുളം ജില്ലയിലുള്ള ദ ബൈക്ക് മാർട്ട് അല്ലേ? ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ? ബൈക്ക് മാർട്ട് എന്താ ബൈക്ക് ഷോറൂമിലുള്ള ബൈക്കിന്റെ ഷോറൂമാണ്. എറണാകുളത്താണ്. കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ 550 മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്. നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വളരെ ഈസിയാണ്. എറണാകുളം സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ ഒന്ന് ഇറങ്ങുക, തൊട്ട് ചേർന്ന് തന്നെ 550 നമ്പർ പില്ലറിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട്. ബൈക്ക് മാർട്ടിലെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. നല്ല പക്ക വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഏത് സാധാരണക്കാർക്ക് പറ്റിയ ഏത് ടൈപ്പ് വണ്ടി വേണമെങ്കിലും നമ്മുടെ അവൈലബിൾ ആണ്. മൈലേജ് വണ്ടികൾ വേണമെങ്കിൽ മൈലേജ്, സ്കൂട്ടറുകൾ വേണമെങ്കിൽ സ്കൂട്ടറുകൾ, അതേപോലെ തന്നെ ബുള്ളറ്റ് വേണമെങ്കിൽ ബുള്ളറ്റ്, എല്ലാത്തരം വണ്ടികളും നമ്മുടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോ സ്പോർട്സ് വണ്ടികൾ വേണോ? സ്പോർട്സ് വണ്ടികൾക്ക് മാത്രമായിട്ട് നമുക്കൊരു ഷോറൂം കളമശ്ശേരിയിലുണ്ട്. റോയൽ ഡീലർ നമ്മൾ അവിടെയും ചെയ്യാറുണ്ട്. അപ്പൊ നാസറിക്ക പേര് പറഞ്ഞില്ല. നാസറിക്ക വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമുക്ക് വണ്ടികൾ പരിചയപ്പെട്ടിട്ട് ഇടക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കുമ്പോ ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ നോക്കാൻ നേരത്ത് ഇപ്പൊ മറച്ചിട്ടൊക്കെ കാണാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, മെട്രോയുടെ എക്സ്റ്റൻഷൻ പരിപാടി നടക്കുന്നതുകൊണ്ട് JCB കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നോയിസിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. അപ്പൊ നമ്മൾ മാക്സിമം ഒച്ചയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കുഴപ്പമൊന്നുമില്ല, എന്നാലും പറഞ്ഞോളൂ. ആൾക്കാർ പറയരുത് എന്ത് ഒച്ചയാണെന്നൊന്നും പറയാൻ നിൽക്കരുത്. അപ്പൊ സ്കൂട്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻഡോർക്കിന്റെ വമ്പൻ കളക്ഷൻസ് ഉണ്ടല്ലോ. എൻഡോർക്ക് ഇഷ്ടം പോലെ എൻഡോർക്ക് ഉണ്ട്. നമുക്ക് 2022 മോഡൽ വണ്ടിയാണ്. 2022 മോഡൽ വണ്ടി വെറും 70,000 രൂപ. നല്ല സൂപ്പർ കണ്ടീഷൻ വണ്ടി 70,000 രൂപയ്ക്ക് കൊടുക്കാം. സൂപ്പർ കണ്ടീഷൻ വണ്ടി ഒരു 10 രൂപ മതിയാവോ? 10 രൂപ മതിയാവും. 10-15 രൂപ. ഇപ്പോൾ ഫിനാൻസ് കമ്പനി കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഡൗൺ പേയ്മെന്റ് അത് ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ 10 രൂപ കൊടുത്തോണ്ടിരുന്നതിൽ 12-15 കൊടുക്കേണ്ട അവസരം വന്നേക്കുവാണ്. മിനിമം ഡൗൺ പേയ്മെന്റ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അടുത്തത് ഒരു ക്ലീൻ പീസ് ഡിയോ ഇരിക്കുന്നുണ്ടല്ലോ. 2019 ഡിയോ ആണ്. 45,000 രൂപ കൊടുക്കാം. 45,000 രൂപ നമുക്ക് വണ്ടി ഏകദേശം. അതേപോലെ തന്നെ എൻഡോർക്ക് ഉണ്ട്. 2016 മോഡൽ 2022 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2024 മോഡൽ വണ്ടി 29,000 കിലോമീറ്റർ ഓടിയ എൻഡോർക്കിന്റെ സൂപ്പർ സ്ക്വാഡ് വെറും 85,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. 85,000 രൂപയ്ക്ക് 2023 മോഡൽ വണ്ടി നമുക്കൊരു 82,000 രൂപയ്ക്ക് കൊടുക്കാം. 82,000. അതേപോലെ തന്നെ 2023 മോഡൽ 82,000 രൂപ. ഇതൊക്കെ ഏകദേശം ഒരു 10-15 ആ റേഞ്ച് നമ്മൾ ആദ്യം അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. നമുക്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ബാങ്കിന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, പാൻ കാർഡ്. അപ്പൊ മെയിൻ ആയിട്ട് വേണ്ടത് ഇതാണ്. സിബിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ മാക്സിമം ലോൺ കിട്ടും. സിബിൽ സ്കോർ കുറവാണെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നോട് കമന്റ് ചോദിക്കുന്നുണ്ട് 630 അങ്ങനെ എന്തോ അല്ലേ? 630 അല്ല, 730 മുകളിലും പിന്നെ ഇത് സ്കോർ ഉള്ളവർക്കാണ് ലോൺ കിട്ടുന്നത്. 630 ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 700 മുതൽ കിട്ടും. 730 മുതലാണ് കൂടുതൽ കിട്ടാൻ ചാൻസ്. പിന്നെ വയസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരാൾ ലോൺ എടുക്കാനായിട്ട് നമുക്കൊരു 57 വരെ ആണ് ലോൺ കിട്ടുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ വീട്ടിലെ പേരന്റ്സിന്റെയോ വീട്ടിലെ റേഷൻ കാർഡിലുള്ള മറ്റാരെങ്കിലും പേരും കൂടി ആഡ് ചെയ്താൽ മതി. സീനിയർ സിറ്റിസണിന് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചത്. നമുക്ക് ലോൺ കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്നലെ കൊടുത്തല്ലോ. 67 വയസ്സുള്ള ആൾക്ക് കൊടുത്തു. 67 വയസ്സ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? 67 വയസ്സുള്ള ഒരാൾക്ക് ലോൺ കൊടുക്കുമ്പോൾ ഒരാൾ നോമിനി വെക്കണം. വീട്ടിലുള്ള ആരെങ്കിലും ഒരാളെ നോമിനി വെച്ചാൽ മതി. പക്ഷേ അവർക്ക് സിബിൽ സ്കോറും വേണം. അവർക്ക് സിബിൽ സ്കോർ ഉണ്ടാവണമല്ലോ. ഉണ്ടാവാതിരിക്കില്ല. ഉള്ളവരും വെച്ചാൽ മതിയോ? എല്ലാവർക്കും സിബിൽ സ്കോർ പോയതാരും ആയിരിക്കില്ലല്ലോ. ശരി. ഓക്കെ, അടുത്തത് പറഞ്ഞോ. അടുത്ത് ജൂപ്പിറ്റർ 2021 മോഡൽ 65,000 രൂപ. നല്ല ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ 2018 മോഡൽ മാസ്റ്റർ എഡ്ജ് വെറും 25,000 രൂപ കൊടുക്കാം. വെറും 25,000 രൂപ. എല്ലാം ഞാൻ പറയുന്നത് ഈ അജാസിന്റെ വീഡിയോ കാണുന്നവർക്ക് മാത്രമുള്ള വിലയാണ്. അജാസിന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്ക് ഈ റേറ്റിന് വണ്ടി കൊടുക്കാം. അപ്പൊ നിങ്ങൾ വരുമ്പോ പറയുക, ഇവിടെ വരുമ്പോ ചോദിക്കുന്ന വില ഈ വണ്ടി ചിലപ്പോൾ ഇവർ ചോദിക്കുന്നത് 30,000 രൂപയാണ്. 30,000 ഇവിടെ ചോദിക്കോളൂ ചോദിക്കുന്ന വില. അജാസിന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ് 5,000 രൂപ. അപ്പൊ ഞാൻ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. നിങ്ങൾ പറയണം വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞ വീഡിയോ കാണിച്ചു കൊടുക്കണം. സ്റ്റാഫ് പറഞ്ഞു കഴിഞ്ഞാൽ കാണാം. ഈ വീഡിയോ കാണിച്ചു കൊടുത്താലും ഉറപ്പായിട്ടും പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട്
18 മോഡൽ വണ്ടി 25,000 രൂപ. 25,000. വേറെ കാര്യം ചോദിക്കാൻ പറഞ്ഞേ, ഓണം കഴിഞ്ഞാലും നമുക്ക് ഓഫറുകൾ തുടരും. ഓണം കഴിഞ്ഞാലും നമുക്ക് ഓഫറുകൾ തുടരും. എപ്പോ നോക്കിയാലും നമുക്ക് ഓഫറുകളുണ്ട് എന്നല്ല, നമുക്കിപ്പോ ഈ വീഡിയോ കണ്ടു വരുന്നവരാണെങ്കിൽ മാത്രം എല്ലാവർക്കും ഇല്ല, നമുക്ക് അജാസിന്റെ വീഡിയോ കണ്ടു വന്നവരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഓഫർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓഫർ കൊടുക്കാം. ഹെൽമെറ്റ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ. ഹെൽമെറ്റ് നമ്മൾ കൊടുക്കും. നല്ല അടിപൊളി ഹെൽമെറ്റ് ആണ്. ഞാൻ വേണമെങ്കിൽ വീഡിയോടൊപ്പം ഹെൽമെറ്റും കൂടി വേണമെങ്കിൽ ഞാൻ പ്രദർശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ഇത് അവനീസ്, സുസുക്കിയുടെ അവനീസ് ആണ്. 2022 നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. ഒരു പോറൽ പോലും പറ്റാത്ത ഈ വണ്ടി നമുക്ക് വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. 68 രൂപ, 10 രൂപ 15 രൂപ അടച്ച് പഴയ ആക്റ്റീവ് ഇരിക്കുന്നുണ്ട്. പഴയ ആക്റ്റീവ് 2006 2026 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 12,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി വെറും 12,000. നമ്മുടെ ഏറ്റവും കുറഞ്ഞതാണോ? 12,000 രൂപയുടെ വണ്ടിയുണ്ട്. വേറെ വണ്ടിയിലോട്ട് വരട്ടെ, വരുമ്പോൾ കാണിച്ചു തരാം. 12,000. അതേപോലെ തന്നെ നമുക്ക് പിന്നെ 2019 മോഡൽ ആക്റ്റീവ വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. 45,000 രൂപ. 45,000 രൂപ. 2022 മോഡൽ ഡിയോ, ഈ വണ്ടി വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി വന്ന് ഓടിച്ച് നോക്കി 100% ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്താൽ മതി. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ ടയറിന്റെ കേസ് നമ്മള് കുറഞ്ഞ ടയറാണ് ഇട്ട് കൊടുക്കും. ടയർ വണ്ടി വന്ന് നോക്കുമ്പോൾ വണ്ടിക്കകത്ത് എന്തെങ്കിലും അപാകതകളോ കാര്യങ്ങളോ, ഈ വണ്ടി എടുത്തു, വണ്ടിക്കകത്ത് ബ്രേക്ക് ഇല്ല, നമുക്ക് ഇവിടെ നിന്ന് ശരിയാക്കി കൊണ്ടാനുള്ള സൗകര്യം വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ട്. ടയറില്ല, ടയർ മാറ്റി കൊണ്ടാനുള്ള സൗകര്യം ഉണ്ട്. ഈ ബാറ്ററി സെൽഫ് എടുക്കുന്നില്ല, ബാറ്ററി പുതിയ വെക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ വിലയിൽ ഇൻക്ലൂഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൺഫേം ചെയ്യുക. വണ്ടി വാങ്ങിച്ചു കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ചെയ്തു തരുന്നതല്ല, ഉള്ള കാര്യം പറയാലോ. ഓക്കെ, അടുത്ത് വരുമ്പോ 2022 മോഡൽ ബർഗ്മാൻ സ്ട്രീറ്റ് നമുക്ക് വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 ബർഗ്മാൻ സ്ട്രീറ്റ് ആണ്. പക്ക കണ്ടീഷൻ വണ്ടിയാണ്. 70,000 രൂപ. അടുത്ത് 2021 മോഡൽ വണ്ടിയാ, നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2013 മോഡൽ യമഹയുടെ റേസ് ഉണ്ട്. 18,000 രൂപയ്ക്ക് കൊടുക്കാം. 18,000 രൂപ. നല്ല കണ്ടീഷൻ വണ്ടി. പിന്നെ 2028 പേപ്പർ ഉണ്ടല്ലോ. അതേപോലെ തന്നെ 2018 മോഡല് ആക്സസ് 120 2018 വണ്ടിയാണ്. വണ്ടി ആവറേജ് കൊള്ളാം. അത്ര ഷോറൂം കണ്ടീഷനാന്ന് പറയുന്നില്ല. ഫ്രണ്ടിലെ ടയർ മാറിയിട്ടിട്ട് പുതിയ ടയർ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 മോഡല് ആക്റ്റീവ ഫാസിനോ നമുക്ക് വെറും 35,000 രൂപയ്ക്ക് കൊടുക്കാം. 35,000 രൂപ. 35,000. അടുത്ത വണ്ടി വരുമ്പോൾ ആക്റ്റീവ 2017 മോഡല് വെറും 38,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 മോഡൽ ഫാസിനോ 38,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും ലോൺ കിട്ടും. ഏകദേശം ഒരു 10-15 ആണ് ഇപ്പോഴത്തെ നിരക്ക്. ഇപ്പൊ നേരത്തെ 5,000 രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ്. ഇപ്പൊ നമുക്ക് 5,000 രൂപയ്ക്ക് ലോൺ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ടഫ് ആയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ശ്രമിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കും. സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതേപോലെ ഡിയോ 2018 ആണ്. 2018 മോഡൽ ഡിയോ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് 45,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 മോഡൽ ആക്റ്റീവ 125 ആണ്. അല്ല, മാസ്ട്രോ 125 ആണ്. ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 28,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ ജൂപ്പിറ്റർ 2019 മോഡൽ ജൂപ്പിറ്റർ ആണ്. 34,000 കിലോമീറ്റർ. നല്ല ക്ലീൻ വണ്ടി. ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാം. എന്തുപോലെ കൊടുക്കുക നോക്കട്ടെ മോനെ, ഞാൻ ഏത് മോഡലാണെന്ന് നോക്കട്ടെ. ഓർഡർ ബാക്ക് സൈഡിലുണ്ടോ നോക്കാം. 2019 മോഡലാണ്. ഏകദേശം നമുക്ക് ഒരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടി. സ്കൂട്ടി പെപ്പ് 2022 സ്കൂട്ടി പെപ്പാണ്. ആ വണ്ടി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ വില 45,000 രൂപ. ഇപ്പുറത്തിരിക്കുന്നുണ്ട് ആക്സസ് 2015 ആക്സസ് ഇരിക്കുന്നുണ്ട്. വെറും 16,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വെസ്പ സ്കൂട്ടർ, ബ്ലാക്ക് കളർ, നല്ല ഫുൾ നീറ്റ് വണ്ടി. വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് 12, 16, 18 അങ്ങനെ കുറെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും. ഓക്കെ, ഈ വണ്ടി ഞാൻ 2019 വണ്ടിയാ. ഗ്രാസിയ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ABS ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അതേപോലെ തന്നെ അലോയ് വീലൊക്കെ ഉള്ള ഈ വണ്ടി വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. 2015 മോഡൽ മാസ്ട്രോ വെറും 23,000 രൂപയ്ക്ക് കൊടുക്കാം. 23,000 രൂപയ്ക്ക് നല്ല ക്ലീൻ വണ്ടി കൊടുക്കാം. 2011 മോഡൽ 2021 മോഡൽ എഫ്സിയുടെ വമ്പൻ കളക്ഷൻ എന്ന് വെച്ചാൽ അടിപൊളി കളക്ഷൻ ആണ്. നല്ല ക്വാളിറ്റി വണ്ടികൾ. 2021 മോഡൽ വണ്ടി. 2021 മോഡൽ ഈ FC
നമുക്ക് ഒരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. 62,000 രൂപ. എത്ര ഫിനാൻസ് വരും? ഈ ഫിനാൻസ് നമുക്ക് മാക്സിമം ഫിനാൻസ് കിട്ടും. 10 ഒക്കെ വരുമോ ഡൗൺ പേയ്മെന്റ്? 15 രൂപയ്ക്കൊക്കെ ഈസിയായിട്ട് കിട്ടും. ഓക്കെ. അടുത്ത വീണ്ടും FC 2022 മോഡലാണ്. നല്ല ഷോറൂം കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നല്ല വണ്ടിയാണ്. വണ്ടി കിട്ടില്ല വണ്ടിയാണ്. നല്ല അലവിയിലാണ്, ഡിസ്ക് ബ്രേക്ക് ആണ്, ABS ആണ്. നല്ല വണ്ടിയാണ്. വണ്ടി വന്ന് ഓടിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കാം. ഏകദേശം 85,000 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപ 2022 വണ്ടി. 85,000 രൂപയാണ് വരുന്നത്. ഇതും 15 രൂപയൊക്കെ ഇറക്കാൻ പറ്റും ഉറപ്പായിട്ടും. അടുത്തൊരു പഴയ FC 2016 മോഡൽ വണ്ടിയാ. മിഡ്ഷിപ്പ് അല്ലേ? മിഡ്ഷിപ്പ്. ഈ വണ്ടി 35,000 രൂപ കൊടുക്കാം. 35,000 രൂപ. പഴയ FC ഇരിക്കുന്നുണ്ട്. പഴയത് പുതിയതല്ല. അത് 2023 വണ്ടി വെറും 88,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ 2014 മോഡൽ FC നമുക്ക് വെറും 28,000 രൂപ കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടി. പിന്നെ മൈലേജ് വണ്ടി പാഷൻ പ്രോ പ്ലസ്. പാഷൻ പ്രോ അല്ല, പാഷൻ പ്ലസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാഷൻ പ്ലസ് 2023 വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി. പാഷൻ പ്ലസ് ആണ്. പാഷൻ പ്രോയോ പുതിയ മോഡൽ പാഷൻ അല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാഷൻ പ്ലസ് ആണ്. ഈ വണ്ടിയുടെ വില 75,000 ആണ്. നമുക്ക് വെറും 72,000 കൊടുക്കാം. ഓഫർ പ്രൈസ്. FC 2014 നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 32,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ യൂണിക്കോൺ 2020 മോഡൽ യൂണിക്കോണാ. ABS ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും 85,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. 85,000 രൂപ. അടുത്തത് ഹോർനെറ്റ് ലിമിറ്റഡ് ആണ്. ഹോർനെറ്റ് ആണ്. നല്ല ഹോർനെറ്റ് 160 ആണ്. 2018 വണ്ടി. വെറും 43,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പക്ക 43,000 രൂപ. അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ വെറും കുറഞ്ഞ് 2024 വണ്ടിയാണ്. വെറും 2000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ട ഷൈൻ ആണ്. 2000 കിലോമീറ്റർ മാത്രം. ഓക്കെ. അപ്പൊ അതായത് നമുക്ക് വെറും 85,000 രൂപയ്ക്ക് പുതുപുത്തൻ 2024 പുതിയതിന് 1,15,000 രൂപ വില വരും. 85,000 രൂപ കൊടുക്കുന്നതാണ് ഉറപ്പായിട്ടും. അടുത്തത് ഹോണ്ടയുടെ ഷൈൻ 2021 മോഡൽ 65,000 രൂപ. ഇത് പിന്നെ ഹോണ്ട ഷൈൻ SP. അടുത്തതാണെങ്കിലോ ഹോർനെറ്റ് ആണ്. ഹോർനെറ്റ് 2018 മോഡൽ വണ്ടിയാണ്. നമുക്ക് 2018 മോഡൽ വണ്ടിയാണ്. 2 ഹോർനെറ്റ് ഉണ്ട്. ഈ വണ്ടിയാണെങ്കിലും വെറും 40,000 രൂപ. ഇതാണെങ്കിലും വെറും 40,000 രൂപ മാത്രം. ഇത് നമുക്ക് ലോൺ കിട്ടും. അടുത്ത പാഷൻ പ്രോ 2021 പാഷൻ പ്രോ ആണ്. നല്ല പക്ക കണ്ടീഷനാണ്. ഫ്രണ്ടിലെ ടയറും കൂടി മാറ്റിയിട്ടിട്ട് 58,000 രൂപയ്ക്ക് കൊടുക്കാം. 58,000 രൂപ. ടയർ മാറ്റി പക്കയായിട്ട് 58,000 കൊടുക്കുന്നതാണ് ഉറപ്പായിട്ടും. അടുത്തത് ഫാസിന് ഒരു റെഡ് കളർ ഇരിക്കുന്നുണ്ട്. 22 മോഡൽ അല്ലേ? 2022 മോഡലാണ്. ഇതിനാകുമ്പോ ഹൈബ്രിഡ് ആണ്. മൈലേജ് ഉള്ള വണ്ടിയാണ്. വെറും 70,000 രൂപ മാത്രം. 2022 ഹൈബ്രിഡ് മൈലേജ് ഉള്ള വണ്ടി 70,000. ബ്ലാക്ക് വണ്ടി ഇരിപ്പുണ്ട്. ഹൈബ്രിഡ് 70,000 രൂപ. 2015 കിട്ടില്ല വണ്ടി 32,000 രൂപ കൊടുക്കാം. വെറും 30,000 രൂപ കൊടുക്കാം. 2016 മോഡല് 30,000 രൂപ. പിന്നെ വീണ്ടും പുതിയ വ്യാസിന് 23 അല്ലേക്കാ. ഇത് 2023 ആണ്. നമുക്ക് 73,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടി 73,000 രൂപ. 2022 മോഡൽ വണ്ടിയാ. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം 70,000 രൂപയ്ക്ക് കൊടുക്കാം. 70,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് വണ്ടികളിൽ വന്നിട്ടുണ്ട്. 18,000 രൂപയുടെ CD ഡോൺ. 2012 ഹീറോണ്ടയുടെ CD ഡോൺ 18,000 രൂപയാണ് ഉള്ളത്. ഇതാണെങ്കിൽ അപ്പാച്ച 2019 മോഡൽ അപ്പാച്ചയാ. 2019 45,000 രൂപയ്ക്ക് കൊടുക്കാം. ചെയ്തിട്ടില്ല. സർവീസ് ചെയ്യാനുണ്ട്. നല്ല വണ്ടിയാ. 2017 മോഡൽ ഫ്രണ്ടിലെ ടയർ മാറിയിടാനുള്ള വണ്ടിയാ. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ HF ഡീലക്സ് 2022 വണ്ടിയാ. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം വില 2021 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2019 ജൂപ്പിറ്റർ ക്ലാസിക് ആണ്. ഏകദേശം നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാം. 2024 വണ്ടിയാണ്. ഷോറൂം കണ്ടീഷനുള്ള വണ്ടി. 5,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ എൻഡോർക്ക് വെറും 5,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും 92,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 92,000 രൂപയ്ക്ക് 5,000 കിലോമീറ്റർ താഴെ ഓടി വണ്ടി കൊടുക്കാം. NS ഇഷ്ടം പോലെ ഇരിക്കണ്ട. NS ഒക്കെ നമുക്ക് വന്ന ചേട്ടൻ തന്നെ വില എന്നുള്ള വിലയാ. വരുന്ന വിലക്ക് കൊടുക്കുക. ഏകദേശം നമുക്കൊരു 20 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇരിപ്പുണ്ട്. 2019 മോഡൽ ABS ആണ്. 2020 മോഡൽ ABS വണ്ടിയാ. 2020 മോഡൽ ABS വണ്ടി നമുക്ക് വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 മോഡൽ ABS ഇരിക്കുന്നുണ്ട്. 85,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 മോഡൽ വണ്ടിയാ. ഈ
2018 മോഡൽ വണ്ടി ABS ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 75,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത 2019 മോഡൽ റെഡ് കളർ വണ്ടി നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 160 ആണ്, 2018 മോഡലാണ്, വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഇഷ്ടം പോലെ NS ആണ്. 2018 മോഡല് നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2022 മോഡൽ വണ്ടി NS 160 ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2019 മോഡൽ വണ്ടിയാ നമുക്കൊരു 70, അത് NS 160 ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. ഞാൻ റീസെന്റ് ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ അല്ല വേറൊരാളുടെ വീഡിയോയിൽ, ഇത്രയും വണ്ടിയുടെ വിലകൾ കാണാപ്പാടം പറഞ്ഞിരിക്കാൻ സമ്മതിക്കണം. അത് നമ്മൾ കസ്റ്റമർ നമ്മൾ അറ്റൻഡ് ചെയ്യണേ. അതെ. 2020 മോഡൽ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം നമുക്കൊരു 2020 മോഡൽ വണ്ടിയാണ് 90,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 മോഡൽ വണ്ടി നമുക്കൊരു 70,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2016 പൾസർ 180 ആണ്, വെറും 22,000 രൂപയ്ക്ക് 2016 വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ അവഞ്ചർ 160 2016 വണ്ടി 28,000 രൂപയ്ക്ക് കൊടുക്കാം. 28. അത് കഴിഞ്ഞിട്ട് മൈലേജ് ചാമ്പ്യൻസ് ആണ് ഇരിക്കണേ. മൈലേജ് 2022 മോഡൽ വണ്ടി വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. CT 110X വെറും 50,000 രൂപ. അതേപോലെ 2023 മോഡൽ വണ്ടിയാണ് 55,000 രൂപ. 2020 മോഡൽ വണ്ടി CT 110 2020 മോഡൽ വണ്ടി വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 മോഡൽ പ്ലാറ്റിനം 48,000 രൂപ. പിന്നെ കിലോമീറ്റർ എല്ലാത്തിനും ലോ കിലോമീറ്റർ ആണ് 17, മിക്കതിനും പറഞ്ഞിട്ട് ഇത്രയും വണ്ടികളാണ് പറയാത്തത്. എന്തിനു വിളിച്ചാൽ ചോദിച്ചാൽ മതി, ഞങ്ങളുടെ നമ്പർ കൊടുക്കാം. മൈലേജ് കാര്യങ്ങൾ നിങ്ങൾ വന്ന് നേരിട്ട് പോരെ. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ചെറിയ ഫോൺ ആയതുകൊണ്ട് അതിന്റെ അകത്ത് നിങ്ങൾക്ക് വിളിച്ച് രണ്ടാമത് ചോദിക്കുമ്പോൾ ഫോട്ടോ ഇട്ട് തരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉള്ള കാര്യം പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഫോട്ടോ ആവശ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ എനിക്ക് ഫോട്ടോ ഇടാനുള്ള ഒരു സൗകര്യം കുറവുണ്ട്. അതെ, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. 2022 മോഡൽ വണ്ടി 58,000 രൂപയാണ്. 2023 മോഡൽ വണ്ടി 55,000 രൂപ. 2023 മോഡൽ വണ്ടിയാണ് അല്ലേ? 2023 മോഡൽ 24 അല്ലേ? 2024 വണ്ടിയാണ് പുതുത്ത വണ്ടി. ഇതാണ് 2024 വണ്ടി. ഇത് 2023 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 52,000 രൂപ. ഇത് 125 ആണ്. 2023 വണ്ടിയാണ്. നമുക്ക് ഏകദേശം കൊടുക്കാം 55,000 രൂപയ്ക്ക്. ഇതൊക്കെ എത്ര? ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ്. ഇത് 2024 വണ്ടിയാണ്. ഷോറൂം കണ്ടീഷൻ വണ്ടികളാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് നല്ല പക്ക കണ്ടീഷൻ വണ്ടി 2024 വണ്ടി നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത CT 110X ആണ്. അതൊക്കെ കുറഞ്ഞ കിലോമീറ്റർ ആട്ടോ. അത് CT 110X 2020 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 42,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. യൂണിക്കോൺ യൂണിക്കോൺ ഉള്ളതാണ്. 2013 മോഡൽ വണ്ടിയാണ്. 2013 മോഡൽ വണ്ടി 25,000 രൂപയ്ക്ക് കൊടുക്കാം. NS 125 ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്കവർ 2013 മോഡൽ ഡിസ്കവർ 15,000 രൂപയുടെ. പിന്നെ 2016 മോഡൽ ജിക്സർ 25,000 രൂപ. അതേപോലെ തന്നെ ഇത് വണ്ടി സെയിലായ വണ്ടിയാണ്. ഇത് രണ്ടും സെയിലായ വണ്ടികളാണ്. 220 2019 220 ഉണ്ട് 65,000. അതായത് ഗ്ലാമർ 2015 ഗ്ലാമർ ഇരിപ്പുണ്ട് 22,000. അതേപോലെ തന്നെ 2013 മോഡൽ മാസ്റ്റോ ഇരിപ്പുണ്ട് 15,000. CT 100 ഇരിപ്പുണ്ട്. 2020 മോഡൽ CT 100 ആണ്. ഈ വണ്ടി ഇരിപ്പുണ്ട്. 2020 വണ്ടി ഏകദേശം നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ NS ഇരിക്കുന്നുണ്ട്. NS എന്തോ സെയിലായ വണ്ടിയാണോ സംശയമുണ്ട്. സർവീസിന് വേണ്ടി വന്ന് സ്പ്ലെൻഡർ 2000 സെയിലായ വണ്ടിയാണ്. ഇനി നമുക്ക് അകത്ത് പിന്നെ കുറെ വണ്ടികൾ പ്രീമിയം വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്ന വണ്ടിയുണ്ട്. ഈ ഡിയോ കൊടുക്കാനില്ലേ 2013 ഡിയോ 23,000 രൂപ. പിന്നെ നല്ല ഉഗ്രം വണ്ടി. അതേപോലെ തന്നെ 2019 മോഡൽ FC ആണ്. ക്ലീൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടി 2020 കൊണ്ട് 60,000 രൂപ. നമുക്ക് ഇവിടെ 4 മെക്കാനിക്കുകളുണ്ട്. നിങ്ങളുടെ വണ്ടികൾ നമുക്ക് 4 വരെയും കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും മെയിൻ ആശാനി അങ്ങോട്ട് ക്യാമറാമാനൊക്കെ എല്ലാവിധ വണ്ടികളും ചെയ്യുന്നതാണ്. നിങ്ങളുടെ വണ്ടികളെല്ലാം സർവീസ് ചെയ്ത് നീറ്റാക്കി തരുന്ന ആളാണത്. ഇത്രയും സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട്. അതെ. അപ്പൊ നമുക്ക് അകത്തേക്ക് മാറ്റിട്ടുണ്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മളൊരു വെറൈറ്റി വണ്ടി അല്ലേ? വണ്ടി വെറൈറ്റി അല്ല, വണ്ടി സെറ്റപ്പ് ആണ്, വെറൈറ്റി ആണ്. പക്ഷെ കിലോമീറ്റർ വെറൈറ്റി ആണ്. വെറും 1000 എത്ര നിൽക്കാം? 700 എത്ര പറഞ്ഞേ? വെറും 759 കിലോമീറ്റർ ഓടിയ വണ്ടി.
759 കാണിച്ചു കൊടുക്കാം. ഓടോ നോക്കിക്കോടോ, വെറും 759 കിലോമീറ്റർ ഓടിയ വണ്ടി. ഹീറോയുടെ സൂമില്ലേ, സൂം 2025 വണ്ടിയാണ്. അപ്പൊ പുതിയ വണ്ടി എടുക്കണ്ട, പുതുപുത്തൻ വണ്ടിയാണ്. പുതുപുത്തൻ എടുക്കണ്ട, വണ്ടി റെഡിയാണ്. റെഡ് കളർ വണ്ടി, കിടിലൻ വണ്ടി. 2025 വണ്ടിയാണ്. KL07 എറണാകുളം രജിസ്ട്രേഷൻ. സീരിയൽ നമ്പർ DF ആണ്. പുതിയത്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 73,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, DF രജിസ്ട്രേഷൻ മമ്മൂട്ടി പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഫോട്ടോ കണ്ടല്ലേ? ഏതായിരുന്നു? ലാൻഡ് ക്രൂസർ എടുത്തിട്ടുണ്ട്. അപ്പൊ പുതിയ വണ്ടിയാണ്. അപ്പൊ 75 പറഞ്ഞത്. 73,000 രൂപ. 73,000 രൂപയാണ്. ഏകദേശം 15 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പൊ അകത്തേക്ക് വണ്ടി അലോയിലാണ്, മോഡലാണ്. സൂമിന്റെ പുതിയ മോഡലാണ്. ഹീറോയുടെ സൂം എന്ന് പറഞ്ഞ മോഡലാണ്. ഏകദേശം 1,20,000 അടുത്ത് വില വരുന്ന വണ്ടിയാണ്. അപ്പൊ എല്ലാ വണ്ടിക്കും നല്ല വിലയാണ്. അപ്പൊ നമുക്ക് കൊടുക്കാൻ നമുക്ക് ഇനിയും വണ്ടികളുണ്ടല്ലോ, നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇനി ഇരിക്കുന്ന വണ്ടികള് നിരത്തി വെക്കുന്നു. MT ചാകര എന്ന് പറയാം. MT ഉണ്ട്, ഇഷ്ടംപോലെ MT വരുന്നുണ്ട്. നമ്മ ഫാനൊക്കെ ഇട്ടു. ഫാനിന്റെ ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നല്ലോ, അതാണ് കുഴപ്പമില്ല. അല്ലേ? MT 2022 മോഡൽ 1,35,000 രൂപ. വെറും 1,35,000. ഡൗൺ പേയ്മെന്റ് 25 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. വെർഷൻ 2 വണ്ടി കേട്ടോ. ഷോക്ക് അബ്സർ വ്യത്യാസപ്പെടുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ 2022 തന്നെ 1,35. അതേപോലെ തന്നെ 2021 മോഡൽ വണ്ടി വെറും 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 20 ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊടുക്കാം. അതും ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ എടുക്കാം. അതേപോലെ അത് RCയുടെ 125 ആണ്. 2019 മോഡലാണ്. 2020 മോഡലാണ്. 2020 ABS വരുന്ന RC 125 വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. 90,000 രൂപയ്ക്ക് RC 125 വണ്ടിയാണ്. അടിപൊളി വണ്ടി, 90,000 രൂപയ്ക്ക് കിടിലൻ വണ്ടി. 2020 മോഡൽ വണ്ടി, നല്ല വണ്ടി കൊടുക്കാം. ബുള്ളറ്റിന്റെ കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി വരാനുണ്ട്. 2019 മോഡൽ ABS സിഗ്നൽ മോഡലാണ് വണ്ടിയാണ്. ABS ആണ്. അതേപോലെ തന്നെ നല്ല ഡിസ്പ്ലേ, എല്ലാ ഫങ്ഷൻസും ഉള്ള കിടിലൻ വണ്ടി. സിഗ്നൽസ് ഗൺമെറ്റൽ ഗ്രേ അല്ല, ഡെസർട്ട് സ്റ്റോമിന്റെ കളറാണ്. നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. കിലോമീറ്റർ 31 ആണ്. വണ്ടി നല്ല നീറ്റ് വണ്ടി. അടുത്തത് 2018 മോഡൽ വണ്ടി. 2017 മോഡൽ വണ്ടിയാണ്. 2017 വണ്ടി നമുക്ക് വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. ഓണർഷിപ്പ് ഏതായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് 2018 മോഡൽ വണ്ടി വെറും 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 1,15 കൊടുക്കാം. പ്രൈസ് ആണ്. അപ്പൊ ഒരു 20 രൂപ മതിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത് 2016 മോഡൽ ബുള്ളറ്റ്. 2016 മോഡൽ ബുള്ളറ്റ് ക്ലാസിക്, നല്ല ഷോറൂം കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. 70,000 രൂപ. വെറും 70,000 രൂപയ്ക്ക് നല്ല ക്ലീൻ വണ്ടി കണ്ടി നോക്ക്. അതെ, 2013 മോഡൽ ബുള്ളറ്റ്. 2013 മോഡൽ ബുള്ളറ്റ് എന്ന വില? 55,000 രൂപ മാത്രം. റെഡി ക്യാഷ് 55,000 രൂപ. ഒരേ വിലയാണോ? നല്ല വണ്ടിയാണ്. രണ്ടും ഒരേ മോഡലാണോ? അല്ല, ഇത് 2014 ആണ്. ഇതാകുമ്പോ 60,000 രൂപ വരും. ഇതാകുമ്പോ 55,000 രൂപയാണ് വില വരും. 55,000 രൂപയ്ക്ക് കിടിലൻ പീസ് വണ്ടി ഇരിക്കുന്നുണ്ട്. 2021 മോഡല് R15 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. V3 R15 V3 1,15,000 രൂപ. 2021 മോഡൽ വണ്ടി. അതേപോലെ അടുത്തൊരു V3 ബ്ലാക്ക് 2021 മോഡൽ വണ്ടി വെറും 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ RS200 2020 മോഡൽ RS200 ആണ്. ABS ആണ്. അഡീഷണൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും എന്തുവല്ല കൊടുക്കണം നമുക്ക് വെറും 72,000 രൂപയ്ക്ക് കൊടുക്കാം. 72,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ്. കുറച്ച് വണ്ടികളും കൂടി പിന്നെ നമ്മുടെ കസ്റ്റമർ ലോഞ്ചും ഫിനാൻസുകാരും എല്ലാം അവിടെ ഉള്ളത്. ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ ഒരു 5 വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ തുടങ്ങിക്കോ. ജിക്സർ നല്ല ഷോറൂം കണ്ടീഷൻ ആയിട്ടുള്ള ജിക്സർ 2020 മോഡലാണ്. ഡിസ്ക് ബ്രേക്ക് ABS ഒക്കെ വരുന്ന ABS വരുന്ന നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി വെറും 62,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. വെറും 62,000 നമുക്ക് ഏകദേശം ഒരു 15 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. 10 രൂപ അടച്ചാൽ ലോൺ കിട്ടും. അവഞ്ചർ ആണ്. 2024 വണ്ടിയാണ്. 2023-24 വണ്ടിയാണ്. അവഞ്ചർ ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 75,000 രൂപ കൊടുക്കാം. പക്ക കണ്ടീഷൻ വണ്ടിയാണ്. അതേപോലെ അപ്പാച്ചെ 200 ആണ്. അപ്പാച്ചെ 200 21,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 2024 കട്ട ടയർ അല്ല, പുത്തൻ ടയർ തന്നെയാണ്. കട്ട ടയർ ഉദ്ദേശിച്ച കട്ട ഉണ്ടെന്ന് ഉദ്ദേശിച്ചത്. പുത്തൻ ടയർ നല്ല വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്?
21,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല അഡീഷണൽ ഹാൻഡിലൊക്കെ ഹൈറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള 2024 200 ആണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് 1,12,000 രൂപ. പിന്നെ പുത്തൻ വണ്ടിയാണ്, 2024 വണ്ടിയാണ്. പുത്തൻ വണ്ടി. അതേപോലെ 2023 എക്സ്പൾസ് 4V ആണ്. ഏകദേശം നമുക്ക് ഒരു 1,20,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഏകദേശം 30 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ എടുക്കാൻ പറ്റും. അതേപോലെ ഹണ്ടർ 2023 ഹണ്ടർ ആണ്. ഏകദേശം 1,50,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ അതും ഒരു 25-30 ഏകദേശം. പിന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത്. നമുക്ക് നിങ്ങൾ വാങ്ങുന്ന വണ്ടി ഇപ്പൊ നമ്മൾ വണ്ടി തരുന്നത്, നമ്മൾ ഈ വണ്ടി തരുമ്പോൾ അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ഫൈന് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഈ ഫൈനും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് ഇൻഷുറൻസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വണ്ടി തരുമ്പോൾ നിലവിലുള്ള എല്ലാ പേപ്പർ ഭാഗങ്ങളും ക്ലിയർ ആക്കിയിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ. നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നത് വരെയുള്ള ചാർജാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പേരിലേക്ക് മാറ്റുന്നതിനും മറ്റുള്ള ചെലവുകൾ, മറ്റുള്ള RTO വർക്കുകൾക്ക് വേറെ അഡീഷണൽ ചാർജസ് ഒന്നും ചെയ്യുന്നില്ല. ഈ വിലയിലെല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. അതൊന്നും ഒരു കാര്യമാണ്. പിന്നെ വണ്ടി എടുക്കുന്നവർക്ക് നമുക്ക് ഓണത്തിൻ്റെതായിട്ടുള്ള ഓഫർ, ഈ വീഡിയോ ആജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഹെൽമെറ്റ് തുടരുന്നതാണ്. ഹെൽമെറ്റ് തരാം. അപ്പൊ ഹെൽമെറ്റ് നല്ല അടിപൊളി ഹെൽമെറ്റ് ആണ്. അപ്പൊ അത് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. പിന്നെ അതേപോലെ ഞാൻ പിന്നെ വരുവാണെങ്കിലും പിന്നെ നമുക്ക് നിങ്ങളുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി കൊടുത്തിട്ട് വേറെ വണ്ടി മാറിയെടുക്കാം. നിങ്ങളുടെ വണ്ടി വിൽക്കാനാണെങ്കിൽ മാക്സിമം റേറ്റ് ഇട്ട് നമുക്ക് തരാൻ പറ്റും. എറണാകുളം സെൻട്രൽ ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ വരിക, ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞു പോയിട്ടിനകത്ത് എന്തെങ്കിലും ചെറിയ തെറ്റുകളോ പ്രശ്നങ്ങളോ ഭാഷാ വ്യത്യാസങ്ങളോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ നാസ്രയ്ക്ക്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വണ്ടി എല്ലാം സെയിലായിട്ട് നമുക്ക് അടുത്തേക്ക് എടുക്കാൻ വീഡിയോ വേണ്ടേ? എല്ലാവരും വിളിക്കുക. ഏതൊക്കെ സമയത്ത് വിളിക്കാം, അതുകൊണ്ട് പറഞ്ഞു നിർത്താം. ഏത് സമയത്ത് ഞാൻ രാവിലെ ഒരു 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് വിളിച്ചാൽ കിട്ടുന്ന ഒരു സമയം. അതിനുശേഷം മാക്സിമം വിളിക്കാതിരിക്കുക. മിസ് കോൾ വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ പറ്റില്ല. കാരണം കോളിന്റെ നല്ല തിരക്കായിരിക്കും. വൺ കോളുകളായിരുന്നു. മാക്സിമം ഒരു രാവിലെ 11 വിളിക്കാൻ നോക്കുക. ഇല്ല, രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെ എന്നെ എപ്പോൾ വിളിച്ചാലും കിട്ടും. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് ഒന്നും കൂടി ട്രൈ ചെയ്യുക. രാത്രി വിളിക്കാൻ നിൽക്കണ്ട. കിട്ടില്ല, ഞാൻ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ഫോൺ ഓഫ് ആയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ എറണാകുളം ജില്ലയിലാണ് ലൊക്കേഷൻ വരുന്നത്. ബൈക്ക് പാർട്ട്ണർ ഷോപ്പിൽ നിന്നും നാസ്രയ്ക്ക് ബൈ കൊടുത്താലോ? ഓക്കെ ബൈ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.